1000 സംവത്സരങ്ങളായി അരങ്ങേറിക്കൊണ്ടിരിക്കുന്നൊരു മഹാമത്സരം. അറേബ്യൻ മരുഭൂമിക്ക് കുറുകെ 3000 മൈലുകൾ താണ്ടി സിറിയയും ഇറാഖും കടന്ന് ദമാസ്കസിൽ അവസാനിക്കുന്ന ഒരു വലിയ കുതിരയോട്ട മത്സരം. ആ മത്സരത്തിൽ പങ്കെടുക്കാനായി അങ്ങ് അമേരിക്കയിൽ നിന്ന് ഫ്രാങ്ക് ഹോപ്കിൻസ് എന്നൊരു മനുഷ്യനും അയാളുടെ കുതിരയും അറേബ്യയിലേക്കെത്തി. പക്ഷേ അയാൾ കരുതിയതുപോലെ അത്ര എളുപ്പമായിരുന്നില്ല യാത്ര. ആ മത്സരത്തിനിടയിൽ മനുഷ്യരും മരുഭൂമിയും അയാൾക്ക് ഒരുപോലെ പ്രതിബന്ധങ്ങൾ തീർത്തു. മരണം അയാളെ പലതവണ പിന്തുടർന്നു. മരുഭൂമിയിലെ പൊള്ളുന്ന ചൂടിൽ ഭക്ഷണമില്ലാതെ ആയപ്പോൾ അയാൾക്കും അയാളുടെ കുതിരയ്ക്കും വെട്ടുക്കിളികളെപ്പോലും ഭക്ഷണമാക്കേണ്ടി വന്നു. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ അമേരിക്കയിൽ ജീവിച്ചിരുന്ന ഫ്രാങ്ക് ഹോപ്കിൻസ് എന്ന മനുഷ്യൻ്റെയും അയാളുടെ കുതിരയുടെയും അനുഭവങ്ങളെ അടിസ്ഥാനമാക്കി 2004 പുറത്തു വന്ന സിനിമയാണ് ഹിഡാൽഗോ. ഡിസംബർ 29 സൗത്ത് ഡക്കോട്ടയിലെ വൂണ്ടഡ് നീ എന്ന അരുവിയുടെ കരയിൽ ലക്കോട്ട എന്ന റെഡ് ഇന്ത്യൻ ജനത അവരുടെ പ്രേത നൃത്തം ആരംഭിച്ചു. തങ്ങളുടെ സംസ്കാരത്തെയും വിശ്വാസങ്ങളെയും മറന്നു വെള്ളക്കാരുടെ ജീവിത രീതികൾ പിന്തുടർന്ന തങ്ങളോട് പൂർവികർ കോപിച്ചതിനാലാണ് തങ്ങൾ വെള്ളക്കാരാൽ പരാജിതരാക്കപ്പെടുകയും തടവിലാക്കപ്പെടുകയും ചെയ്തത് എന്ന് ആ മനുഷ്യർ വിശ്വസിച്ചു. അതിന് പ്രായശ്ചിത്തമെന്നോണമാണ് അവർ അവിടെ ആ പ്രേത നൃത്തം ആരംഭിച്ചത്. പക്ഷേ US ഗവൺമെൻറ് കരുതിയത് അവർ തങ്ങൾക്കെതിരെ യുദ്ധത്തിന് കോപ്പുകൂട്ടുകയാണെന്നാണ്. അതിനാൽ തന്നെ എത്രയും വേഗം അവരുടെ പക്കലുള്ള ആയുധങ്ങൾ കണ്ടുകെട്ടാൻ ഗവൺമെൻറ് അവർക്ക് കാവൽ നിന്നിരുന്ന 7th കാവലറി ബറ്റാലിയന് ഉത്തരവ് നൽകി. ആ ഉത്തരവ് അവിടേക്ക് എത്തിച്ചത് ഫ്രാങ്ക് ഹോപ്കിൻസ് എന്ന മനുഷ്യനാണ്. ഏത് നിമിഷവും ഒരു ലഹള പൊട്ടിപ്പുറപ്പെട്ടേക്കുമെന്ന് അക്കൂട്ടത്തിലുണ്ടായിരുന്നൊരു പട്ടാളക്കാരൻ ഫ്രാങ്കിനോട് പറയുന്നുണ്ട്. പക്ഷേ സമാധാനപരമായ ഒരു ആചാരം മാത്രമാണെന്നും അതവരുടെ പൂർവികരോടുള്ള പ്രാർത്ഥനയാണെന്നും ഫ്രാങ്കിനറിയാമായിരുന്നു. ഉത്തരവിൽ എന്താണെന്നറിയാതെ അത് കൈമാറി ഫ്രാങ്ക് അവിടെ നിന്ന് മടങ്ങിയ പിന്നാലെ പട്ടാളക്കാർ ലക്കോട്ടകളുടെ ആയുധങ്ങൾ പിടിച്ചു വാങ്ങാൻ ആരംഭിച്ചു. എതിർപ്പുകളൊന്നുമില്ലാതെ അവർ ആയുധങ്ങൾ നൽകിയെങ്കിലും ഒരു ചെറുപ്പക്കാരൻ മാത്രം അവൻ്റെ തോക്ക് കൊടുക്കാൻ തയ്യാറായില്ല. അവന് കേൾവിയില്ല, നിങ്ങൾ പറയുന്നത് എന്താണെന്ന് അവന് മനസ്സിലാകുന്നില്ല എന്ന് ലക്കോട്ടകളിലെ മുതിർന്നൊരു മനുഷ്യൻ പറഞ്ഞുവെങ്കിലും ആ തോക്ക് ബലമായി അവൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങുന്നതിനിടയ്ക്ക് അതിൽ നിന്ന് വെടിപൊട്ടി. അതോടെ ലക്കോട്ടകളെ കൊന്നുതള്ളാൻ ഒരു കാരണം നോക്കിയിരുന്ന ആ പട്ടാളക്കാർ നിരായുധരായ മനുഷ്യർക്ക് നേരെ വെടിവെക്കാൻ ആരംഭിച്ചു. തിരികെ മടങ്ങുന്നതിനിടയ്ക്ക് ദൂരെ നിന്ന് വെടിവെച്ചുകൾ കേട്ട് ഫ്രാങ്ക് അവിടേക്ക് തിരിച്ചു വരുമ്പോഴേക്കും ലക്കോട്ട മനുഷ്യരെയെല്ലാം പട്ടാളക്കാർ കൊന്നു കഴിഞ്ഞിരുന്നു. ആ ഭീകര ദൃശ്യം കണ്ട് ഫ്രാങ്കിൻ്റെ ഹൃദയം നുറുങ്ങി, കണ്ണുകൾ നിറഞ്ഞൊഴുകി. ആരാണ് ഫ്രാങ്ക് ഹോപ്കിൻസ്? എന്തുകൊണ്ടാണ് ആ കൂട്ടക്കൊലയിൽ താൻ പങ്കാളിയല്ലാതിരുന്നിട്ടും അവിടെ ഉണ്ടായിരുന്ന പട്ടാളക്കാർക്ക് ആർക്കുമില്ലാത്ത പശ്ചാത്താപം ആ മനുഷ്യനുണ്ടായത്? രാജ്യത്താകെ പ്രസിദ്ധമായ ബഫലോ ബിൽ വൈൽഡ് വെസ്റ്റ് ഷോയുടെ മുഖമാണ് ഫ്രാങ്ക് ഹോപ്കിൻസ്. അയാളെയും അയാളുടെ കുതിരയും കാണാൻ മാത്രം വൈൽഡ് വെസ്റ്റ് ഷോയിലേക്ക് ഒരുപാട് ആളുകൾ എത്തിയിരുന്നു. അതിന് കാരണം മറ്റൊന്നുമല്ല, രാജ്യത്ത് നടക്കാറുള്ള ക്രോസ് കൺട്രി റേസുകളിൽ പങ്കെടുക്കുന്ന എല്ലാ മത്സരങ്ങളിലും വിജയിച്ച് ലോകത്തിലെ ഏറ്റവും മികച്ച പന്തയ കുതിരയെന്നും ഏറ്റവും മികച്ച കുതിരയോട്ടക്കാരനുമെന്നുള്ള ഖ്യാതി നേടിയിരുന്നു ഫ്രാങ്കും അയാളുടെ കുതിര ഹിഡാൽഗോയും. ഫ്രാങ്കിന് ഹിഡാൽഗോ വെറുമൊരു കുതിര മാത്രമല്ല, അയാളുടെ കൂടപ്പിറപ്പാണ്. അങ്ങനെ തന്നെയാണ് അയാൾ അവനെ വിളിച്ചിരുന്നതും. മസ്താങ് ഇനത്തിൽപ്പെടുന്ന ഇത്തരം കാട്ടുകുതിരകൾ പന്തയങ്ങൾക്കും മത്സരങ്ങൾക്കും അനുയോജ്യരല്ല എന്ന് പലരും അയാളോട് പറയാറുണ്ടെങ്കിലും ഫ്രാങ്ക് അതൊന്നും മുഖവിലക്കെടുത്തില്ല. തൻ്റെ കുതിരയെക്കുറിച്ച് മോശം പറഞ്ഞ പലരോടും ഫ്രാങ്കിൻ്റെ മുഷ്ടിയാണ് മറുപടി പറഞ്ഞത്. അങ്ങനെ വൂണ്ടഡ് നീയിലെ ആ സംഭവത്തിന് ശേഷം പിന്നെയും മാസങ്ങൾ കഴിഞ്ഞാണ് ലക്കോട്ടകളുടെ നേതാവായിരുന്ന ചീഫ് ഈഗിൾ ഹോൺ ഫ്രാങ്കിൻ്റെ അടുത്തേക്ക് വരുന്നത്. വൈൽഡ് വെസ്റ്റ് ഷോയുടെ ഉടമയായ ബിൽ കോഡിയോടൊരു സഹായം ആവശ്യപ്പെടാനായിരുന്നു അയാൾ അവിടേക്ക് എത്തിയത്. വൂണ്ടഡ് നീയിലെ ആ സംഭവത്തിന് ശേഷം തങ്ങളുടെ ആളുകളെല്ലാം പല ദിക്കുകളിലേക്ക് ചിതറിപ്പോയിരിക്കുന്നു. മനുഷ്യർ മാത്രമല്ല, പ്രകൃതിയും ഇവിടെ നിന്ന് പിന്മാറുകയാണ്. ഇവിടെയുള്ള മാനുകളും എൽക്കുകളും കാട്ടുപോത്തുകളും എവിടേക്കോ ഓടിപ്പോയിരിക്കുന്നു. ഇനി ഇവിടെ ആകെ അവശേഷിക്കുന്നത് കുറച്ച് മസ്താങ് കുതിരകൾ മാത്രമാണ്. പക്ഷേ ആ കാട്ടുകുതിരകളെയും ഗവൺമെൻറ് ഇതാ അടുത്ത മഞ്ഞുകാലത്തേക്കുള്ള ഇറച്ചിക്കായി പിടികൂടിയിരിക്കുന്നു. തൻ്റെ കയ്യിലുള്ള പണം കൊടുത്താൽ അവയിൽ ഒന്നിനെയോ രണ്ടിനെയോ വാങ്ങാൻ കഴിഞ്ഞേക്കും. പക്ഷേ ബാക്കിയുള്ളതിനെയെല്ലാം അവർ കൊന്നുകളയും. തങ്ങളുടെ ഗോത്രത്തിൻ്റെ പ്രതീകം കൂടിയായ മസ്താങ് കുതിരകളെ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ തന്നെ സഹായിക്കണമെന്നാണ് ചീഫ് ഈഗിൾ ഹോൺ കോഡിയോട് പറഞ്ഞത്.
ചീഫ് പറഞ്ഞ കാര്യം ഫ്രാങ്ക് കോടിക്ക് തർജ്ജമ ചെയ്തു കൊടുത്തപ്പോൾ തനിക്ക് ചെയ്യാൻ കഴിയുന്നത് ചെയ്യാമെന്നാണ് കോടി പറഞ്ഞത്. പക്ഷേ അതൊന്നും നടക്കില്ല എന്ന് ഫ്രാങ്കിനറിയാമായിരുന്നു. കാരണം കോടിയും അയാളുടെ വൈൽഡ് വെസ്റ്റ് ഷോയും വലിയ സാമ്പത്തിക ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്ന കാലമായിരുന്നു അത്. അങ്ങനെ ഇരിക്കെയാണ് വൈൽഡ് വെസ്റ്റ് ഷോയിലേക്ക് അറേബ്യയിൽ നിന്നൊരു അതിഥി എത്തുന്നത്. അറേബ്യയിലെ അതിസമ്പന്നനായ ഷെയ്ഖ് റിയാദിൻ്റെ ദൂതനായ അസീസ് എന്ന മനുഷ്യൻ. വെറും 30 ദിവസങ്ങൾ കൊണ്ട് 1800 മൈൽ താണ്ടാൻ കഴിവുള്ള, പങ്കെടുത്ത എല്ലാ മത്സരങ്ങളിലും വിജയിച്ചിട്ടുള്ള മിടുക്കനായ കുതിരയുടെയും അതിൻ്റെ ഓട്ടക്കാരൻ്റെയും ഖ്യാതി കടലും കടന്നങ്ങ് അറേബ്യയിലെത്തിയിരുന്നു. പക്ഷെ അതിനവരെ അഭിനന്ദിക്കാനല്ല അസീസ് അവിടേക്ക് എത്തിയത്, മറിച്ച് അവരെ ഒരു മത്സരത്തിലേക്ക് ക്ഷണിക്കാനാണ്. നിങ്ങളുടെ കുതിര അമേരിക്കയിലെ ഏറ്റവും മികച്ച പന്തയക്കുതിരയായിരിക്കാം, പക്ഷേ ലോകത്തിലെ അല്ല. കാരണം അവൻ ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയതും കഠിനവുമായ മത്സരത്തിൽ പങ്കെടുത്തിട്ടില്ല. കഴിഞ്ഞ 1000 വർഷങ്ങളായി അരങ്ങേറിക്കൊണ്ടിരിക്കുന്നൊരു മഹാമത്സരം. വരണ്ടുണങ്ങിയ അറേബ്യൻ മരുഭൂമിക്ക് കുറുകെ സിറിയയും ഇറാഖും കടന്ന് ദമാസ്കസിൽ അവസാനിക്കുന്ന 3000 മൈൽ ദൈർഘ്യമുള്ളൊരു വലിയ മത്സരം. ആ മത്സരങ്ങളിൽ നിരന്തരം വിജയിക്കുന്ന ഷെയ്ഖ് റിയാദിൻ്റെ കുതിരകളുള്ളപ്പോൾ നിങ്ങളുടെ ഈ കാട്ടുകുതിര എങ്ങനെയാണ് ലോകത്തിലെ ഏറ്റവും മികച്ചവനാവുക? അതിനാൽ തന്നെ ആ മത്സരത്തിൽ പങ്കെടുത്ത് ഫ്രാങ്കിൻ്റെ കുതിര ലോകത്തിൽ വെച്ച് ഏറ്റവും മികച്ചവനാണെന്ന് തെളിയിക്കാനുള്ള ഷെയ്ഖ് റിയാദിൻ്റെ വെല്ലുവിളിയുമായിട്ടായിരുന്നു അസീസ് അവിടേക്ക് എത്തിയത്. മാത്രമല്ല, വിജയിക്ക് ലഭിക്കുന്നത് ചെറിയ തുകയല്ല, $1,00,000. ഇത്രയും ഭീമമായൊരു തുക കേട്ടിട്ടും വൂണ്ടഡ് നീയിലെ സംഭവത്തെക്കുറിച്ചോർത്ത് നിരാശനായി പോവാൻ മടിച്ചു നിന്ന ഫ്രാങ്കിനടുത്തേക്ക് ചീഫ് ഈഗിൾ ഹോൺ എത്തി. മാത്രമല്ല, ഹിഡാൽഗോയ്ക്ക് ഇത്രയും വലിയ മത്സരം വിജയിക്കാൻ കഴിയുമോ എന്ന സംശയവും ഫ്രാങ്കിനുണ്ടായിരുന്നു. അവൻ ഇത്രകാലം ഇക്കണ്ട മത്സരങ്ങളെല്ലാം വിജയിച്ചത് അവൻ മികച്ച കുതിരയായതുകൊണ്ട് മാത്രമല്ല, നീ അവനൊപ്പമുണ്ടായിരുന്നതുകൊണ്ട് കൂടിയാണ്. ചീഫ് ഈഗിൾ ഹോൺ ഇത് പറഞ്ഞ ശേഷം തങ്ങളുടെ ഗോത്രത്തിൻ്റെ ചിഹ്നം പതിച്ചൊരു മാല അയാൾ ഫ്രാങ്കിന് സമ്മാനിച്ചു. അങ്ങനെ ഈഗിൾ ഹോണിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ആ മത്സരത്തിൽ പങ്കെടുക്കാൻ തന്നെ ഫ്രാങ്ക് തീരുമാനിച്ചു. നമുക്കൊരു മത്സരം കൂടി വിജയിക്കാൻ കഴിയുമോ എന്ന് അയാൾ ഹിഡാൽഗോയോട് ചോദിക്കുന്നുണ്ട്. അതവന് മനസ്സിലായിട്ടെന്നോണം അവൻ തല കുലുക്കി. അങ്ങനെ അവർ ആ മത്സരത്തിനായി അറേബ്യയിലേക്ക് യാത്ര തിരിച്ചു. കപ്പലിലായിരുന്നു അവരുടെ യാത്ര. ആ യാത്രക്കിടയിലാണ് ഫ്രാങ്ക് മേജർ ഡെവൻപോർട്ടിനെയും അയാളുടെ ഭാര്യ അന്ന ഡെവൻപോർട്ടിനെയും പരിചയപ്പെടുന്നത്. അവരുടെ ആ സംസാരത്തിനിടയിലാണ് അന്നയുടെ ക്യാമറിയ എന്ന കുതിരയും ആ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ടെന്ന് ഫ്രാങ്കിന് മനസ്സിലായത്. നിങ്ങളുടെ കുതിര ഏതിനത്തിൽപ്പെട്ടതാണ് എന്ന അവരുടെ ചോദ്യത്തിന് മസ്താങ് എന്ന് ഫ്രാങ്ക് മറുപടി പറഞ്ഞപ്പോൾ ഒരു പുച്ഛത്തോടെയാണ് അവർ പ്രതികരിച്ചത്. മസ്താങ്ങോ? അത് സ്പാനിഷ് കുതിരകളുടെയും അമേരിക്കൻ കാട്ടുകുതിരകളുടെയും ഒരു സങ്കര ഇനമല്ലേ? നിങ്ങൾ മത്സരിക്കാൻ പോകുന്നത് ഷെയ്ഖ് റിയാദിൻ്റെ അൽഹത്താൽ പോലെയുള്ള മികച്ച 100 അറേബ്യൻ കുതിരകളോടാണെന്ന് നിങ്ങൾക്കറിയാമോ എന്നാണ് അന്ന ചോദിച്ചത്. ഫ്രാങ്ക് അതിനോട് പ്രതികരിക്കാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. അങ്ങനെ ആഴ്ചകൾ നീണ്ട ആ യാത്രയ്ക്കൊടുവിൽ അവർ അറേബ്യയിലേക്കെത്തി. മരുഭൂമിയിലൂടെ ഏറെ ദൂരം താണ്ടി അവർ ആ മത്സര സ്ഥലത്തേക്ക് എത്തുമ്പോൾ ദൂരെ ഫ്രാങ്ക് ഒരു ലക്ഷണമൊത്ത കുതിരയെ കണ്ടു. അവനാണ് ഞാൻ പറഞ്ഞ അൽഹത്താൽ, അൽ ഖംസ ഇനത്തിൽപ്പെട്ട ഷെയ്ഖ് റിയാദിൻ്റെ ഏറ്റവും മികച്ച കുതിര. ഒറ്റ നോട്ടത്തിൽ തന്നെ അവൻ മിടുക്കനാണ് എന്ന് ഫ്രാങ്കിന് മനസ്സിലായിരുന്നു. ആ മഹാമത്സരത്തിന് അവിടേക്ക് എത്തിയ ആദ്യ വിദേശിക്ക് സ്നേഹോഷ്മളമായ സ്വീകരണമാണ് ഷെയ്ഖ് റിയാദ് നൽകിയത്. അതിന് കാരണം ഫ്രാങ്കിൻ്റെയും ഹിഡാൽഗോയുടെയും ഖ്യാതി മാത്രമായിരുന്നില്ല. ഷെയ്ഖ് റിയാദ് വൈൽഡ് വെസ്റ്റ് സാഹിത്യത്തിൻ്റെ വലിയൊരു ആരാധകൻ കൂടിയായിരുന്നു. കൗബോയ്കളുടെ ജീവിത രീതി അയാൾക്ക് കൗതുകവും ആവേശവുമായിരുന്നു. തൻ്റെ ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങളിൽ ഒരുവനെ മുന്നിൽ കിട്ടിയപ്പോൾ അയാൾ വാചാലനാവാൻ തുടങ്ങി. കുതിരകളെക്കുറിച്ച് തന്നെയാണ് അയാൾ സംസാരിച്ചു തുടങ്ങിയത്. തൻ്റെ കുതിരയായ അൽ ഹത്താലിനെക്കുറിച്ചും അവൻ്റെ വംശമായ അൽ ഖംസയെക്കുറിച്ചും അയാൾ വാതോരാതെ സംസാരിക്കാൻ തുടങ്ങി. അൽ ഖംസ കുതിരകളെ വളർത്താനുള്ള അവകാശം ഷെയ്ഖിൻ്റെ കുടുംബത്തിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ കുതിരകളെക്കുറിച്ച് ഖുറാനിൽ പോലും പരാമർശമുണ്ട് എന്ന് അയാൾ അവകാശപ്പെട്ടു. മത്സരത്തിലെ സമ്മാനത്തുകയല്ല എനിക്ക് പ്രധാനം, എൻ്റെ കുടുംബത്തിൻ്റെ യശസ്സാണ്. നിങ്ങൾ ആ പണത്തിനു വേണ്ടിയാണ് ഇവിടേക്ക് വന്നതെന്ന് എനിക്കറിയാം. പക്ഷേ ആ പണത്തിനു വേണ്ടി നിങ്ങൾ പണയം വയ്ക്കുന്നത് സ്വന്തം ജീവനാണെന്ന് മറന്നുപോകരുത്. ജീവൻ തന്നെ നഷ്ടമായേക്കാവുന്നൊരു മത്സരമാണിതെന്നാണ് ഷെയ്ഖ് ഉദ്ദേശിച്ചത് എന്ന് ഫ്രാങ്കിന് മനസ്സിലായിരുന്നു. പക്ഷേ ആ മത്സരത്തിലെ യഥാർത്ഥ വെല്ലുവിളികൾ ഫ്രാങ്കിന് മനസ്സിലായത് ഷെയ്ഖ് അയാളുടെ സഹായത്തിന് ഏർപ്പാടാക്കിയ യൂസഫ് എന്ന മനുഷ്യൻ പറയുമ്പോഴാണ്. കഴിഞ്ഞ വർഷത്തെ മത്സരത്തിൽ 40 പേരാണത്രേ പാതി വഴി എത്തുന്നതിന് മുൻപ് മരിച്ചു വീണത്. പാതി വഴി താണ്ടിയവരാകട്ടെ വീണത് അള്ളാഹുവിൻ്റെ വറച്ചട്ടിയിലേക്കാണ്.
അപ്പോൾ നിങ്ങളെപ്പോലെ മരുഭൂമിയെക്കുറിച്ച് ഒന്നും അറിയാത്ത ഒരാളെങ്ങനെയാണ് ഈ മത്സരം ജയിക്കുന്നത് പോകട്ടെ, നിങ്ങൾ എങ്ങനെ ഈ വെള്ളവും ഭക്ഷണവും ഇല്ലാത്ത മരുഭൂമി താണ്ടി അപ്പുറമെത്തും? മണൽക്കാറ്റുകൾ നിങ്ങളുടെ ദിശ തെറ്റിക്കും. തെക്ക് വടക്കും, വടക്ക് തെക്കുമായി നിങ്ങൾക്ക് തോന്നും. മരീചികകൾ നിങ്ങളെ കബളിപ്പിക്കും. ഇല്ലാത്ത കാഴ്ചകൾ നിങ്ങളവിടെ കാണും. ഇല്ലാത്ത ശബ്ദങ്ങൾ നിങ്ങളവിടെ കേൾക്കും. യൂസഫ് ഇതെല്ലാം പറയുമ്പോഴും തന്നെ പിന്തിരിപ്പിക്കുകയാണ് അയാളുടെ ലക്ഷ്യമെന്ന് മനസ്സിലാക്കിയിരുന്ന ഫ്രാങ്ക് അയാളുടെ വാക്കുകൾക്കൊന്നും ചെവി കൊടുത്തില്ല. ഇതേ സമയം തന്നെ ഷെയ്ഖിൻ്റെ കൂടാരത്തിൽ അദ്ദേഹത്തിൻ്റെ മകൾ ജസീറ പിതാവിനോടൊരു കാര്യം അപേക്ഷിക്കുകയായിരുന്നു. അൽഹത്താലിനൊപ്പം തന്നെയും ഈ മത്സരത്തിന് പറഞ്ഞയക്കാമോ എന്നായിരുന്നു അവളുടെ അപേക്ഷ. അതിന് പിന്നിൽ 2 കാരണങ്ങളുണ്ടായിരുന്നു. സ്ത്രീകൾക്ക് മത്സരിക്കാൻ അനുവാദമില്ലാത്ത ആ മത്സരത്തിൽ തന്നെയും പങ്കാളിയാക്കി ഒരു പുതിയ തുടക്കം കുറിക്കുക. ചെറുപ്പം മുതൽ താൻ കാണുന്ന ഈ മത്സരത്തിൽ പങ്കെടുക്കുക എന്നത് അവളുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. മറ്റൊരു കാരണം, അൽഹത്താലിനെ മത്സരത്തിന് കൊണ്ടുപോകാൻ ഷെയ്ഖ് ഏൽപ്പിച്ചിരുന്നത് ബിൻ അൽറീഹ് രാജകുമാരനെയാണ്. അയാൾ ആ മത്സരം ജയിച്ചു വന്നാൽ തൻ്റെ മകളെ അയാൾക്ക് വിവാഹം കഴിച്ച് നൽകാമെന്ന് ഷെയ്ഖ് അൽറീഹിന് വാക്ക് നൽകിയിരുന്നു. പക്ഷേ അയാൾ ജയിച്ചാൽ അയാളുടെ 5ാം ഭാര്യയായി തനിക്ക് അയാളുടെ കൊട്ടാരത്തിലേക്ക് പോകേണ്ടി വരുമെന്ന് അറിയാവുന്നതുകൊണ്ടാണ് രാജകുമാരന് കൊടുത്ത വാക്ക് പിൻവലിച്ച് തന്നെ മത്സരത്തിനയക്കാൻ ജസീറ ആവശ്യപ്പെട്ടത്. എന്നാൽ അപ്പോഴും തൻ്റെ മകളോട് കൊച്ചുകുട്ടിയോടെന്ന പോലെ വാത്സല്യമുണ്ടായിരുന്ന ഷെയ്ഖ് അവളുടെ അപക്വമായ ആവശ്യം സ്നേഹത്തോടെ തള്ളിക്കളഞ്ഞു. ഇതേ സമയം തന്നെ ഫ്രാങ്ക് അന്നയുടെ കൂടാരത്തിലേക്ക് എത്തിയിരുന്നു. ഫ്രാങ്ക് അവിടെ എത്തിയപ്പോൾ മുതൽ ഹിഡാൽഗോയെ പരോക്ഷമായി പുച്ഛിച്ചുകൊണ്ടാണ് അന്ന സംസാരിച്ചത്. അവർ തൻ്റെ കുടുംബത്തെക്കുറിച്ചും തങ്ങളുടെ കുതിരകളുമായുള്ള ബന്ധത്തെക്കുറിച്ചും നല്ല ഇനം കുതിരവർഗ്ഗങ്ങളെക്കുറിച്ചും വാതോരാതെ സംസാരിച്ചുകൊണ്ടിരുന്നു. അതിനിടയിൽ അവർ ഹിഡാൽഗോയ്ക്ക് ചുറ്റും ഒരു അവജ്ഞയോടെ നടക്കുന്നു പോലുമുണ്ട്. പക്ഷേ ഫ്രാങ്ക് അതിനോടൊന്നും പ്രതികരിക്കാൻ നിന്നില്ല. ഒടുവിൽ അവിടെ നിന്ന് മടങ്ങും മുൻപ് അന്ന ഫ്രാങ്കിനോട്, നിങ്ങളെയും നിങ്ങളുടെ ഈ കുതിരയും കുറിച്ച് ആളുകൾ പറയുന്നതെല്ലാം സത്യമാണോ എന്ന് ചോദിച്ചു. നിങ്ങളുടെ ഈ കുട്ടിക്കുതിര അത്രയും മികച്ചവനാണോ? നമുക്ക് മുന്നിൽ 3000 മൈലുകൾ നീണ്ടു പരന്ന് കിടപ്പുണ്ട്. ആ യാത്രയ്ക്ക് ശേഷം നിങ്ങൾക്കത് മനസ്സിലാകുമെന്നാണ് ഫ്രാങ്ക് മറുപടി പറഞ്ഞത്. ഇതേ സമയം തന്നെ ചീഫ് ഈഗിൾ ഹോൺ കൊടുത്ത മാല ഫ്രാങ്കിൻ്റെ പക്കൽ കണ്ടെത്തി യൂസഫ് അതിലെ ചിഹ്നം തുന്നിയൊരു കൊടി അവിടേക്ക് കൊണ്ടുവന്നിരുന്നു. ഓരോ മത്സരാർത്ഥിയും അവരുടെ വംശത്തിൻ്റെ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ കൊടിയുമായി മത്സരിക്കാൻ ഇറങ്ങുന്നൊരു പതിവുണ്ടായിരുന്നു. യൂസഫ് കരുതിയത് ആ ചിഹ്നം ഫ്രാങ്കിൻ്റെ രാജ്യത്തിൻ്റെ ചിഹ്നമാണ് എന്നായിരുന്നു. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ആ മത്സര ദിവസം വന്നെത്തി. നാനാദിക്കുകളിൽ നിന്ന് തങ്ങളുടെ കുതിരകളെയുമായി 100 മത്സരാർത്ഥികൾ അവിടേക്കെത്തി. അക്കൂട്ടത്തിൽ മിടുക്കന്മാരായ ഒരുപാട് കുതിരകൾ ഉണ്ടായിരുന്നുവെങ്കിലും ഏറ്റവും തലയെടുപ്പോടെ നിന്നത് രാജകുമാരൻ അൽറീഹ് ഓടിക്കുന്ന ഷെയ്ഖ് റിയാദിൻ്റെ അൽഹത്താൽ തന്നെയാണ്. അന്നയുടെ ക്യാമറയ്ക്കും തലയെടുപ്പിനും പ്രൗഢിക്കും ഒരു കുറവും ഉണ്ടായിരുന്നില്ല. കുർദ് എന്ന മനുഷ്യനാണ് ആ കുതിരയെ ഓടിച്ചത്. പക്ഷേ അതിനെല്ലാം ഇടയ്ക്ക് ഹിഡാൽഗോയെ അവരെല്ലാം പരിഹസിക്കുകയാണ് ചെയ്തത്. വേണമെങ്കിൽ നിങ്ങൾ കുറച്ച് മുൻപേ പോയിക്കൊള്ളാൻ അൽറീഹ് ഫ്രാങ്കിനെയും ഹിഡാൽഗോയും കളിയാക്കി. അക്കൂട്ടത്തിലുണ്ടായിരുന്ന സക്കർ എന്ന മത്സരാർത്ഥി ആക്രമിച്ചത് ഫ്രാങ്കിനെയാണ്. ഒരവിശ്വാസി മരുഭൂമി കടക്കുന്നത് തനിക്കൊന്ന് കാണണമെന്നാണ് അയാൾ പറഞ്ഞത്. അങ്ങനെ ആ മത്സരം ആരംഭിക്കാൻ സമയമായി. അതിനു മുൻപ് മത്സരത്തിലെ നിയമങ്ങൾ വീണ്ടും ഒരു മനുഷ്യൻ അവിടെ നിന്ന് വിളിച്ചു പറയാൻ തുടങ്ങിയപ്പോൾ യൂസഫ് അത് ഫ്രാങ്കിന് തർജ്ജമ ചെയ്തു കൊടുത്തു. എല്ലാ ദിവസവും സൂര്യാസ്തമയം വരെ മത്സരം തുടരണം. രാത്രി വിശ്രമത്തിന് ശേഷം സൂര്യോദയത്തോടെ വീണ്ടും യാത്ര തുടങ്ങണം. ഒട്ടകപ്പാതയിലൂടെ ഞങ്ങളെല്ലാ മത്സരാർത്ഥികൾക്ക് മുന്നേ റൂബൻ ഖാലിയിലേക്കെത്തും. നിങ്ങൾക്കവിടെ എത്താൻ കഴിഞ്ഞാൽ നിങ്ങൾ പാതി ദൂരം താണ്ടിയെന്നർത്ഥം. വിജയകരമായി റൂബൻ ഖാലിയിലേക്ക് എത്തുന്ന മത്സരാർത്ഥികൾക്ക് ഒരു ദിവസം മുഴുവൻ അവിടെ വിശ്രമിച്ച് വീണ്ടും യാത്ര തുടരാം. അങ്ങനെ ആ മത്സരം ആരംഭിച്ചു. ആവേശഭരിതരായി നിന്ന കാണികൾക്ക് മുന്നിൽ ആ കുതിരകൾ ചീറിപ്പാഞ്ഞു. പക്ഷെ ഫ്രാങ്ക് ഹിഡാൽഗോയോട് പതിയെ പോവാനാണ് ആവശ്യപ്പെട്ടത്. കാരണം ഇതെല്ലാം വെറും പ്രഹസനമാണ് എന്ന് ഫ്രാങ്കിന് അറിയാമായിരുന്നു. ദീർഘദൂര കുതിരയോട്ട മത്സരങ്ങളിൽ വേഗതയ്ക്കല്ല പ്രാധാന്യം, ഉയർന്ന കായികക്ഷമതയും സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാനുള്ള കഴിവുമാണ് പ്രധാനം. അതുകൊണ്ട് തന്നെ ഹിഡാൽഗോ പതിയെയാണ് ഓടിയത്. ഫ്രാങ്ക് പ്രതീക്ഷിച്ചതുപോലെ കാണികളുടെ കണ്ണിൽ നിന്ന് മറഞ്ഞതോടെ ബാക്കി കുതിരകളും അവരുടെ വേഗത കുറച്ചു. പതിയെ നടന്നു തുടങ്ങിയ മറ്റു കുതിരകൾക്കടുത്തേക്ക് സാവധാനം ഹിഡാൽഗോയും ഓടിയെത്തി. അങ്ങനെ അന്തമില്ലാതെ കിടക്കുന്ന ആ മണൽപ്പരപ്പിലൂടെ ആ 100 മത്സരാർത്ഥികളും അവരുടെ കുതിരകളും യാത്ര തുടർന്നു. പക്ഷേ ഏറെ ദൂരം മുന്നോട്ട് പോയപ്പോൾ കാലിന് പരിക്കേറ്റൊരു കുതിര ആ മണൽക്കോനിയിൽ മറിഞ്ഞു വീണു. ഇനി മുന്നോട്ട് പോകാൻ കഴിയാത്ത ആ കുതിരയെ അതിൻ്റെ ഉടമ അപ്പോൾ തന്നെ
കഴുത്തിൽ കത്തിയിറക്കി കൊല്ലുകയും ചെയ്തു. ആ മനുഷ്യൻ ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ശങ്കിച്ചു നിന്ന ഫ്രാങ്കിനെ സക്കർ ഓർമ്മിപ്പിച്ചു. അയാളെ കൂടെ കൂട്ടരുത്, അത് മത്സരത്തിൻ്റെ നിയമങ്ങൾക്കെതിരാണ്. പരിക്കേൽക്കുകയോ കുതിരയെ നഷ്ടപ്പെടുകയോ ചെയ്യുന്ന മത്സരാർത്ഥികളെ സഹായിക്കുന്നത് മത്സരത്തിൻ്റെ നിയമങ്ങൾക്കെതിരായിരുന്നു. അതുകൊണ്ട് തന്നെ അയാളെ പിന്നിലുപേക്ഷിച്ച് ബാക്കിയുള്ളവർ വീണ്ടും യാത്ര തുടർന്നു. പതിയെ താളം കണ്ടെത്തി നടന്ന ഹിഡാൽഗോയേക്കാൾ ഒരുപാട് മുന്നിലെത്തിയിരുന്നു ബാക്കി മത്സരാർത്ഥികളും അവരുടെ കുതിരകളും. ഇടയ്ക്ക് വഴിയിൽ വീണ് കിടക്കുന്ന കുതിരച്ചാണകം എത്രത്തോളം ഉണങ്ങിയിട്ടുണ്ട് എന്ന് നോക്കിയാണ് തങ്ങളുടെ എതിരാളികൾ തങ്ങൾക്കും എത്ര മുൻപിലാണ് എന്ന് ഫ്രാങ്ക് മനസ്സിലാക്കിയത്. ഒരുപാട് ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ ആ കുതിരകൾ കടന്നുപോയിട്ട് ഒരുപാട് നേരമായെന്നർത്ഥം. അങ്ങനെ പിന്നെയും ഏറെ ദൂരം നടന്ന് സൂര്യാസ്തമയത്തോടെ ഫ്രാങ്കും ഹിഡാൽഗോയും ഒരു മരുപ്പച്ചയിലേക്കെത്തി. അവിടെ അവർക്ക് മുന്നേ എത്തിയിരുന്ന അൽറീഹ് രാജകുമാരന് അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. മരുഭൂമിയെക്കുറിച്ച് ഒരറിവുമില്ലാത്ത ഫ്രാങ്കും അയാളുടെ കുട്ടിക്കുതിരയും ആ മരുഭൂമിയിൽ ഒരു ദിവസം തികയ്ക്കുമെന്ന് അയാൾ കരുതിയിരുന്നില്ല. അന്ന് രാത്രിയിലും അൽറീഹ് ഫ്രാങ്കിനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. നിങ്ങൾക്കൊരിക്കലും ഈ മരുഭൂമി താണ്ടാൻ കഴിയില്ല. ജീവൻ വേണമെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ മടങ്ങിപ്പോയിക്കൊള്ളൂ എന്ന് അൽറീഹ് പറഞ്ഞപ്പോൾ ഫ്രാങ്ക് അതൊന്നും വകവയ്ക്കാതെ തൻ്റെ ഹാർമോണിക്കയും വായിച്ച് അവിടെ തന്നെ ഇരുന്നു. പുലർച്ചെ അൽറീഹ് യാത്ര തുടങ്ങി പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഫ്രാങ്കും അയാളുടെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. അയാൾ ഇപ്പോഴും പിന്തിരിയാത്തതിൽ അൽറീഹിന് അത്ഭുതം തോന്നി. ഇങ്ങനെയാണെങ്കിൽ അയാളൊരു വെല്ലുവിളിയാകുമെന്ന് മനസ്സിലാക്കി ഫ്രാങ്കിനെ ഏതു വിധേനയും പിന്തിരിപ്പിക്കാൻ തന്നെ അൽറീഹ് തീരുമാനിച്ചു. മരുഭൂമിയിലൂടെ മുന്നോട്ടുള്ള പാതയിൽ വെള്ളം കുടിക്കാൻ അവിടെ ഒരു കിണറുണ്ടായിരുന്നു. തനിക്ക് ആവശ്യമായ വെള്ളമെടുത്ത കിണറിന് കാവൽ നിന്നിരുന്ന ബ്രിട്ടീഷ് പട്ടാളക്കാർക്ക് അൽറീഹ് ഒരു പണക്കിഴി നൽകി. ദാഹിച്ചവിടേക്ക് വരുന്ന ഫ്രാങ്കിനെയും അയാളുടെ കുതിരയും വെള്ളമെടുക്കാൻ സമ്മതിക്കരുത് എന്ന് അയാൾ അവരെ പറഞ്ഞേൽപ്പിച്ചു. കുറച്ചു നേരത്തിന് ശേഷം അവിടേക്ക് വന്ന ഫ്രാങ്കിനോട് കിണറ്റിൽ വെള്ളമില്ല എന്നാണ് ആ പട്ടാളക്കാരൻ പറഞ്ഞത്. വെള്ളമില്ലാത്ത കിണറിനാണോ നിങ്ങൾ കാവൽ നിൽക്കുന്നത് എന്ന് ഫ്രാങ്ക് ചോദിച്ചപ്പോൾ ആ പട്ടാളക്കാരൻ ശബ്ദം കടുപ്പിച്ചു. അതോടെ അവിടെ നിന്ന് പിന്തിരിഞ്ഞെങ്കിലും ഫ്രാങ്ക് അവിടെ നിന്ന് മടങ്ങിയില്ല. അയാൾ വീണ്ടും അവിടേക്ക് ചെന്ന് കിണറ്റിലെ തൊട്ടി വലിക്കാൻ നിർത്തിയിരുന്ന ഒട്ടകത്തെ അവിടെ നിന്ന് ഓടിച്ച് ആ പട്ടാളക്കാരനെ അടിച്ചു വീഴ്ത്തി. അപ്പോഴേക്കും കിണറ്റിൽ നിന്ന് ഉയർന്നു വന്ന വെള്ളം നിറച്ച തുകൽ സഞ്ചിയും എടുത്ത് ഫ്രാങ്കും ഹിഡാൽഗോയും പട്ടാളക്കാരുടെ വെടിയേൽക്കാതെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. കുറച്ചു ദൂരം പിന്നെയും സഞ്ചരിച്ച് ഹിഡാൽഗോയ്ക്ക് വെള്ളം കൊടുക്കുമ്പോഴാണ് തൻ്റെ ഒപ്പമുള്ള മത്സരാർത്ഥികൾ വളരെ വേഗം പാഞ്ഞു പോകുന്നത് ഫ്രാങ്ക് കാണുന്നത്. കാരണം അവർക്ക് നേരെ വലിയൊരു മണൽക്കാറ്റടിച്ചു വരുന്നുണ്ടായിരുന്നു. വേഗം തന്നെ ഫ്രാങ്ക് ഹിഡാൽഗോയുമായി അവിടെ നിന്ന് കുതിച്ചു പാഞ്ഞു. ആ മരുക്കാറ്റ് അവരെ മൂടും മുൻപ് അവർ അവിടെ ഉണ്ടായിരുന്ന ആ തകർന്ന കെട്ടിടത്തിനുള്ളിൽ അഭയം തേടി. പിന്നെയും ഏറെ നേരം വീശിയടിച്ച ആ കൊടുങ്കാറ്റടങ്ങുമ്പോൾ ഫ്രാങ്കും ഹിഡാൽഗോയും പൊടിയിൽ മൂടിപ്പോയിരുന്നു. അവരുടെ കയ്യിലുണ്ടായിരുന്ന വെള്ളത്തിലും പൊടിമണൽ നിറഞ്ഞിരുന്നു. താൻ വെള്ളം കുടിച്ചില്ലെങ്കിലും ഹിഡാൽഗോ വെള്ളം കുടിച്ചല്ലോ എന്ന് ആശ്വസിച്ച് ഫ്രാങ്ക് വീണ്ടും യാത്ര തുടർന്നു. പോകും വഴിയിൽ ആ കൊടുങ്കാറ്റിൽ കുതിരയെ നഷ്ടമായ മത്സരാർത്ഥികളെ ഫ്രാങ്ക് കാണുന്നുണ്ട്. പക്ഷേ അയാൾക്ക് അവരെ സഹായിക്കാൻ കഴിയുമായിരുന്നില്ലല്ലോ. അങ്ങനെ അന്ന് രാത്രിയിൽ അവിടെ ഒരിടത്ത് വിശ്രമിക്കുന്ന അൽറീഹിനെ കണ്ടപ്പോൾ അടുത്ത കിണറിൻ്റെ കാവൽക്കാർക്ക് കൂടുതൽ പണം കൊടുത്തു നോക്കാൻ ഫ്രാങ്ക് അയാളെ പരിഹസിക്കുന്നുണ്ട്. എന്തു തന്നെയായാലും പിന്നീട് അൽറീഹ് ആ പ്രവൃത്തി ചെയ്തില്ല. അതുകൊണ്ട് തന്നെ വലിയ പ്രതിസന്ധികളൊന്നും ഫ്രാങ്കിനും ഹിഡാൽഗോയ്ക്കും മുന്നിൽ പിന്നീടുണ്ടായിരുന്നില്ല. വീണ്ടും യാത്രയുടെ പകലുകളും വിശ്രമത്തിൻ്റെ രാത്രികളും കടന്നുപോയി. ഹിഡാൽഗോ തളരാതെ സാവധാനം മുന്നോട്ട് നീങ്ങിക്കൊണ്ടേയിരുന്നു. അവനെ തളർത്താതിരിക്കാൻ ഫ്രാങ്ക് പലപ്പോഴും അവൻ്റെ പുറത്ത് നിന്നിറങ്ങി നടക്കാറുണ്ടായിരുന്നു. അങ്ങനെ ദിവസങ്ങൾക്ക് ശേഷം റൂബൽ ഖലയിലേക്ക് ആദ്യത്തെ മത്സരാർത്ഥി എത്തി. അൽഹത്താലിനെയുമായി അൽറീഹ് തന്നെയാണ് അവിടേക്ക് ആദ്യം എത്തിയത്. പിന്നാലെ ക്യാമ്രയുമായി കുർദും അവിടേക്കെത്തി. ഏകദേശം 39 മത്സരാർത്ഥികൾ ആ മരുഭൂമിയിൽ മരിച്ചു വീണുവെന്ന് അസീസ് അൽറീഹിനെ അറിയിച്ചു. 11 പേർക്ക് ആ മണൽക്കാറ്റിൽപ്പെട്ട് കുതിരകളെ നഷ്ടമായി. ഇനി വെറും 50 മത്സരാർത്ഥികൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. പതിയെ പതിയെ അവർ ഓരോരുത്തരായി റൂബൽ ഖലയിലേക്ക് എത്തിക്കൊണ്ടിരുന്നു. ഏറ്റവും ഒടുവിലായി അവരാരും പ്രതീക്ഷിക്കാത്തൊരാളുമുണ്ടായിരുന്നു. ഫ്രാങ്കിനെയും ഹിഡാൽഗോയും കണ്ട് ഇതാ അയാൾ പാതി ദൂരം താണ്ടിയിരിക്കുന്നുവെന്ന് യൂസഫ് വിളിച്ചു പറഞ്ഞു. ഷെയ്ഖിനും അന്നയ്ക്കും ഉൾപ്പെടെ അവിടെ ഉണ്ടായിരുന്ന മനുഷ്യർക്കാർക്കും അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ആ കാഴ്ച കണ്ട് ഏറ്റവും വേവലാതിപ്പെട്ടതും അന്ന തന്നെയാണ്. അവർ കുർദിനെ വിളിച്ച് ഏതു വിധേനയും മത്സരത്തിൽ വിജയിച്ചേ മതിയാവുമെന്ന് അയാളോട് പറഞ്ഞു. മത്സരത്തിൽ തോറ്റാലുണ്ടാവുന്ന സാമ്പത്തിക നഷ്ടത്തെക്കാളും ഫ്രാങ്കിനോടും അയാളുടെ കാട്ടുകുതിരയോടും തോൽക്കുന്നതിനെയാണ് അവർ ഭയപ്പെട്ടത്.
ഇറാഖിലേക്ക് എത്തും മുൻപ് അൽഹത്താലിനെയും ആ മസ്താങ് കുതിരയും ഒഴിവാക്കാൻ എന്തെങ്കിലും പദ്ധതി തയ്യാറാക്കണമെന്ന് അവർ കുർദിനോട് ആവശ്യപ്പെട്ടു. ഇതേ സമയം തന്നെയാണ് ഷെയ്ഖ് റിയാദിന്റെ അനന്തരവനായ ഖത്തീബ് ഷെയ്ഖിന്റെ അടുത്തേക്ക് എത്തിയത്. തങ്ങളുടെ കുടുംബത്തിന്റെ കുതിരകളായ അൽ ഖംസയുടെ പ്രജനനത്തിന്റെയും പരിപാലനത്തിന്റെയും രഹസ്യങ്ങളടങ്ങുന്ന അമൂല്യ പുസ്തകം തനിക്ക് കൂടി തരണമെന്നും അതോടൊപ്പം അൽഹത്താലിനെ തനിക്ക് വിട്ടു നൽകണമെന്നുമായിരുന്നു ഖത്തീബിന്റെ ആവശ്യം. പക്ഷേ ഷെയ്ഖ് അൽഹത്താലിനെ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല, തീർത്ഥാടകരെ കൊള്ളയടിക്കുന്ന നിന്നെപ്പോലെയുള്ളവർക്ക് നമ്മുടെ കുടുംബത്തിന്റെ അഭിമാനമായ അൽ ഖംസകളെ വളർത്താനുള്ള യോഗ്യതയില്ല എന്നും അയാൾ ഖത്തീബിനോട് പറഞ്ഞു. ഷെയ്ഖ് പറഞ്ഞത് കേട്ട് ഖത്തീബ് മറുത്തൊന്നും പറഞ്ഞില്ല. അയാളുടെ മനസ്സിൽ മറ്റെന്തോ പദ്ധതി ഉണ്ടായിരുന്നിരിക്കണം. അങ്ങനെ അന്ന് രാത്രിയിൽ ഫ്രാങ്കിനെ കാണാൻ ജസീറ അയാളുടെ കൂടാരത്തിലേക്ക് എത്തി. ഇനി മുന്നോട്ടുള്ള യാത്ര അതികഠിനമായിരിക്കും. അതുകൊണ്ട് തന്നെ വഴിയിൽ ഫ്രാങ്കിനും ഹിഡാൽഗോയ്ക്കും കഴിക്കാനായി ഈന്തപ്പഴങ്ങളും ഒട്ടകപ്പാലിൽ നിന്നെടുത്ത വെണ്ണയും ജസീറ അവിടേക്ക് കൊണ്ടുവന്നിരുന്നു. ജസീറ എന്തിനാണ് തന്നെ സഹായിക്കുന്നത് എന്ന് സംശയിച്ചു നിന്ന ഫ്രാങ്കിനോട് തൻ്റെ അവസ്ഥകളെല്ലാം അവൾ പറഞ്ഞു. അൽറീഹ് രാജകുമാരൻ ഒരു കാരണവശാലും മത്സരത്തിൽ ജയിക്കരുത് എന്നും ഈ മത്സരത്തിൽ നിങ്ങൾ തന്നെ ജയിക്കണമെന്നും ജസീറ ഫ്രാങ്കിനോട് പറഞ്ഞു. ഫ്രാങ്കിനെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നുവെങ്കിലും ഹിഡാൽഗോയിൽ അവൾക്ക് വിശ്വാസമുണ്ടായിരുന്നു. ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞ ശേഷം അവൾ സംസാരിച്ചത് തൻ്റെ അച്ഛൻ്റെ വൈൽഡ് വെസ്റ്റ് സാഹിത്യത്തോടുള്ള ഭ്രമത്തെക്കുറിച്ചാണ്. നിങ്ങളുടെ നാട്ടിലെ റെഡ് ഇന്ത്യൻ ജനതയെക്കുറിച്ച് അച്ഛൻ എപ്പോഴും പറയും. നിങ്ങൾ അവരെ കണ്ടിട്ടുണ്ടോ എന്ന് ജസീറ ചോദിച്ചു. അപ്പോഴാണ് അധികം ആർക്കും അറിയാത്ത രഹസ്യം ഫ്രാങ്ക് അവളോട് പറയുന്നത്. താനും ആ വംശത്തിലുള്ളതാണ്. ഫ്രാങ്കിൻ്റെ അമ്മ ഒരു റെഡ് ഇന്ത്യൻ രാജാവിൻ്റെ മകളായിരുന്നു. അച്ഛനാകട്ടെ ഒരു അമേരിക്കൻ പട്ടാളക്കാരനും. ഇക്കാര്യം ഇത്രയും നാൾ ഫ്രാങ്ക് ആരോടും പറയാതെ വെച്ചിരിക്കുകയായിരുന്നു. നിങ്ങളെന്താണിത് ആരോടും പറയാതിരുന്നത് എന്ന് ജസീറ ചോദിച്ചപ്പോൾ നിനക്ക് ഞങ്ങളുടെ ലോകത്തെക്കുറിച്ച് അറിയില്ല എന്നാണ് ഫ്രാങ്ക് പറഞ്ഞത്. പക്ഷേ അവരിത് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അസീസും സംഘവും ആ കൂടാരത്തിൻ്റെ വാതിൽ തുറന്നതും ഫ്രാങ്ക് ജസീറയ്ക്ക് മുകളിലേക്ക് വീണു. എന്നാൽ ആ കാഴ്ച കണ്ട് അസീസും സംഘവും മറ്റു പലതും സംശയിച്ചു. വാർത്ത അറിഞ്ഞയുടൻ ഷെയ്ഖ് വല്ലാതെ കുപിതനായി. വിവാഹമുറപ്പിച്ചൊരു പെൺകുട്ടിയെ അന്യപുരുഷനൊപ്പം കാണപ്പെട്ടാൽ അവളെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്നാണ് നിയമം. പക്ഷേ തൻ്റെ മകളോട് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട് ഫ്രാങ്കിൻ്റെ ലിംഗം ഛേദിച്ച് അയാളെ വന്ധ്യം ചെയ്യാൻ ഷെയ്ഖ് ഉത്തരവ് കൊടുത്തു. ജസീറ പറഞ്ഞതുപോലെ തങ്ങൾ തെറ്റൊന്നും ചെയ്തില്ല എന്നും തൻ്റെ വിലം കഴിക്കാനും ഫ്രാങ്ക് വീണ്ടും ആവർത്തിച്ചുവെങ്കിലും ഷെയ്ഖ് അയാളുടെ വാക്കുകൾ കേട്ടില്ല. പക്ഷെ അപ്പോഴാണ് ഫ്രാങ്കിൻ്റെ ഭാഗ്യത്തിനെന്നോണം അൽഹത്താലിനെ കടത്തിക്കൊണ്ടുപോവാൻ ഖത്തീബും സംഘവും അവിടേക്ക് എത്തുന്നത്. ഖത്തീബും സംഘവും അവിടെ ഉണ്ടായിരുന്ന മനുഷ്യരെ എല്ലാം വെട്ടി വീഴ്ത്താൻ ആരംഭിച്ചു. പെട്ടെന്ന് തന്നെ ഷെയ്ഖ് ഫ്രാങ്കിനെ മോചിപ്പിക്കാൻ ആവശ്യപ്പെട്ടുവെങ്കിലും അവിടെ ഉണ്ടായിരുന്ന ആ മനുഷ്യൻ അവിടെ നിന്ന് ഭയന്ന് രക്ഷപ്പെട്ടോടി. ഇതേ സമയം തന്നെ അൽഹത്താലിനെ ഖത്തീബ് കൊണ്ടുപോകാതിരിക്കാൻ അൽറീഹ് രാജകുമാരൻ കുതിരയുമായി അവിടെ നിന്ന് രക്ഷപ്പെട്ടു കഴിഞ്ഞിരുന്നു. കുതിരയുമായിട്ട് അയാൾ കടന്നു കളഞ്ഞുവെന്ന് മനസ്സിലാക്കിയ ഖത്തീബ് ജസീറയെ പിടിച്ചുകൊണ്ടുവരാൻ ഉത്തരവിട്ടു. ഖത്തീബിൻ്റെ ആളുകൾ ജസീറയുടെ പിന്നാലെ എത്തുമ്പോഴേക്കും ജസീറ ഫ്രാങ്കിനടുത്തേക്ക് ഓടിയെത്തിയിരുന്നു. അവളെ അവർ പിടിച്ചുകൊണ്ടുപോകും മുന്നേ ജസീറ ഫ്രാങ്കിൻ്റെ വിലങ്ങുകൾ അഴിച്ചുവെങ്കിലും അവളെ രക്ഷിക്കാൻ ഫ്രാങ്കിന് കഴിഞ്ഞില്ല. തൻ്റെ മകളെ വെച്ച് വിലപേശുകയാണ് ഖത്തീബിൻ്റെ ലക്ഷ്യമെന്ന് മനസ്സിലാക്കിയ ഷെയ്ഖ് വേഗം തന്നെ തൻ്റെ കൂടാരത്തിലേക്ക് ചെന്ന് നോക്കി. അയാൾ പ്രതീക്ഷിച്ചതുപോലെ അൽ ഖംസ കുതിരകളുടെ പരിപാലനത്തെ സംബന്ധിക്കുന്ന രഹസ്യങ്ങളടങ്ങിയ പുസ്തകം അവിടെ ഉണ്ടായിരുന്നില്ല. ജസീറയ്ക്കൊപ്പം ആ പുസ്തകവും ഖത്തീബ് അപഹരിച്ചിരുന്നു. പക്ഷേ ആ ആക്രമണങ്ങൾക്കിടയിൽ അസീസ് ആ മുറിയിലേക്ക് കയറിപ്പോകുന്നത് ഫ്രാങ്ക് കണ്ടിരുന്നു. അയാൾ തന്നെയാവും ആ പുസ്തകം എടുത്തിട്ടുണ്ടാവുക എന്ന് മനസ്സിലാക്കി ഷെയ്ഖ് അത് അയാളോട് എത്ര തവണ ചോദിച്ചിട്ടും അസീസ് ആ കുറ്റം സമ്മതിച്ചില്ല. ഷെയ്ഖ് അയാളുടെ തലയെറുക്കാൻ വാളെടുത്ത് ഉയർത്തിയിട്ടും അയാൾ പറഞ്ഞതിൽ തന്നെ ഉറച്ചു നിന്നു. ഇതോടെ അസീസിൻ്റെ കഴുത്തിൽ കയറ് കുരുക്കി ഫ്രാങ്ക് അയാളെ ഹിഡാൽഗോയെ കൊണ്ട് വലിപ്പിക്കാൻ തുടങ്ങിയതും അയാൾ സത്യം പറഞ്ഞു. താൻ തന്നെയാണ് ആ പുസ്തകം എടുത്ത് കൊടുത്തത് എന്നും അവർ എവിടെയുണ്ടെന്ന് തനിക്കറിയാമെന്നും അസീസ് സമ്മതിച്ചു. തൻ്റെ മകളെ തിരികെ കൊണ്ടുവരാൻ ഷെയ്ഖ് അവിടേക്ക് അയക്കുന്നത് ഫ്രാങ്കിനെയും അയാളുടെ സേവകനായ ജഫയെയുമാണ്. ഒപ്പം ഖത്തീബിനെ ഏൽപ്പിക്കാൻ തൻ്റെ പ്രിയപ്പെട്ട കുതിര അൽഹത്താലിനെയും ഷെയ്ഖ് അവർക്കൊപ്പം പറഞ്ഞയച്ചിരുന്നു. അസീസ് അവരെയുമായി പോകുന്നത് മരുഭൂമിക്ക് നടുവിലുള്ളൊരു ചെറിയ പട്ടണത്തിലേക്കാണ്. അൽഹത്താലിനെയുമായി അവരവിടേക്ക് എത്തിയെന്ന് മനസ്സിലായതോടെ ഖത്തീബ് അവർക്ക് മുന്നിലേക്കെത്തി. കുതിരയുമായി ജഫ ഖത്തീബിനടുത്തേക്ക് നടന്നപ്പോൾ അയാൾ ജസീറയെ ഫ്രാങ്കിനടുത്തേക്ക് പറഞ്ഞുവിട്ടു. പക്ഷേ ഫ്രാങ്കിനടുത്തേക്ക് പോകുന്ന ജസീറ ആ പുസ്തകവും കയ്യിലെടുത്തിരുന്നുവെന്ന് ഖത്തീബിന് മനസ്സിലായിരുന്നില്ല. എന്നാൽ ആ കുതിര അടുത്തേക്കെത്തി അതിൻ്റെ മുഖത്ത് തലോടിയപ്പോഴാണ് തനിക്ക് പറ്റിയ മറ്റൊരമളി ഖത്തീബ് തിരിച്ചറിയുന്നത്. ആ കുതിര
അൽഹത്താലായിരുന്നില്ല. മറിച്ച് അത് കറുത്ത ചായം പുരട്ടിയ മറ്റേതോ കുതിരയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ജസീറയും ഫ്രാങ്കിനെയും കൊന്നുകളയാനാണ് ഖത്തീബ് ഉത്തരവിട്ടത്. പക്ഷേ അവർക്ക് പിന്നാലെ പോയ അക്രമകാരികളെ ജഫ തടഞ്ഞു നിർത്തി. വേഗം ഇവിടെ നിന്ന് രക്ഷപ്പെട്ടുകൊള്ളാൻ അൽ ജസീറയോട് വിളിച്ചു പറഞ്ഞു. ആ പോരാട്ടത്തിനിടയിൽ ജഫ മരിച്ചു വീഴുന്നുണ്ടെങ്കിലും ഫ്രാങ്കും ജസീറയും ഹിഡാൽഗോയുടെ പുറത്തേറി അവിടെ നിന്ന് രക്ഷപ്പെട്ടിരുന്നു. പക്ഷെ ജഫയുടെ വിയോഗം ജസീറയ്ക്ക് താങ്ങാൻ കഴിഞ്ഞില്ല. ഞാൻ ജനിച്ചപ്പോൾ മുതൽ ആ മനുഷ്യൻ എനിക്ക് കാവലായി എൻ്റെ ഒപ്പമുണ്ടായിരുന്നു. എന്നാൽ ഇതാ എൻ്റെ ജീവൻ രക്ഷിക്കാൻ അദ്ദേഹം സ്വന്തം ജീവൻ ത്യാഗം ചെയ്തിരിക്കുന്നു. പക്ഷെ ഇങ്ങനെ കരഞ്ഞിരുന്നിട്ട് കാര്യമില്ല. എത്രയും വേഗം നമുക്ക് തിരികെ പോയേ മതിയാവൂന്ന് ഫ്രാങ്ക് ജസീറയെ ഓർമ്മിപ്പിച്ചു. അപ്പോഴേക്കും ഖത്തീബിൻ്റെ ആളുകൾ അവരെ അന്വേഷിച്ച് അവിടേക്ക് എത്തുന്നുണ്ടായിരുന്നു. പക്ഷെ അവരുടെ ആരുടെയും കണ്ണിൽപ്പെടാതെ ഫ്രാങ്ക് ജസീറയെ സുരക്ഷിതമായി ഷെയ്ക്കിനരികിലേക്ക് എത്തിച്ചു. ഫ്രാങ്കിൻ്റെ ആ മടങ്ങിവരവിൽ എല്ലാവരും സന്തോഷിച്ചുവെങ്കിലും ഒരാൾക്ക് മാത്രം അതിൽ സന്തോഷമുണ്ടായില്ല, അന്നയ്ക്ക്. ഫ്രാങ്ക് ഇങ്ങനെ തന്നെ തുടരുകയാണെങ്കിൽ തൻ്റെ കുതിര വിജയിക്കില്ല എന്ന് അന്നയ്ക്കറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അന്ന് രാത്രി അന്ന ഫ്രാങ്കിനെ തൻ്റെ കൂടാരത്തിലേക്ക് ക്ഷണിച്ചു. ഹിഡാൽഗോയെക്കുറിച്ച് തന്നെയാണ് അവർ സംസാരിച്ചത്. അവൻ മിടുക്കനായ കുതിരയാണെന്ന് തെളിയിച്ചിരിക്കുന്നു. പക്ഷേ നിങ്ങൾക്കിനിയും പാതി ദൂരം താണ്ടേണ്ടതുണ്ട്. അവൻ ഒരിക്കലും ഇത്രയും വലിയ ദൂരം താണ്ടിയിട്ടില്ല. അൽഹത്താലിനും എൻ്റെ ക്യാമറയ്ക്ക് മുൻപ് നിങ്ങളുടെ കുതിരയ്ക്ക് ഇറാഖിലേക്ക് എത്താൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? മുൻപേ എന്നല്ല, അവൻ ഇറാഖിലേക്ക് എത്താൻ തന്നെ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ കുതിര ഇപ്പോൾ തന്നെ അവശനാണ്. പണത്തിനു വേണ്ടി നിങ്ങൾ അവനെ കൊല്ലാൻ പോലും തയ്യാറാവുന്നുവല്ലോ. ഇങ്ങനെയെല്ലാം പറഞ്ഞ ശേഷം മത്സരത്തിൽ നിന്ന് പിന്മാറാൻ സമ്മാനത്തുകയുടെ 30% തരാമെന്നും അന്ന ഫ്രാങ്കിന് വാക്കുകൊടുത്തു. പക്ഷേ എൻ്റെ കുതിര തോൽക്കുമെങ്കിൽ നിങ്ങൾ എന്തിനാണ് എനിക്ക് പണം വാഗ്ദാനം ചെയ്യുന്നത് എന്നാണ് ഫ്രാങ്ക് ചോദിച്ചത്. തൻ്റെ പണത്തിന് മുന്നിൽ ഫ്രാങ്ക് വീഴുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ പിന്നീട് എന്നെ വാഗ്ദാനം ചെയ്തത് തൻ്റെ ശരീരം തന്നെയാണ്. പക്ഷേ ഫ്രാങ്ക് അതും നിരസിച്ചു. മരുഭൂമിയിലെ സുന്ദരമായ മരീചികകൾ എന്നെ പ്രലോഭിപ്പിക്കുമെന്നറിയാമെന്ന് പറഞ്ഞ് ഫ്രാങ്ക് ആ കൂടാരം വിട്ടിറങ്ങിപ്പോയി. അയാൾ ആ കൂടാരം വിട്ട് പുറത്തേക്ക് ചെല്ലുമ്പോൾ ജസീറ ഹിഡാൽഗോയ്ക്ക് വെള്ളം കൊടുക്കുന്നുണ്ടായിരുന്നു. അന്നയുടെ അടുത്ത് നിന്നിറങ്ങി വരുന്ന ഫ്രാങ്കിനോടൊരു നീരസത്തോടെ തന്നെയാണ് ജസീറ സംസാരിച്ചത്. ഒരു വേള അന്ന പറഞ്ഞതുപോലെ ഹിഡാൽഗോ പാതി വഴിയിൽ വീണു പോകുമോ എന്ന് ഫ്രാങ്ക് ഭയപ്പെടാതിരുന്നില്ല. ഹിഡാൽഗോ മിടുക്കനാണെന്നതിൽ തനിക്ക് സംശയമൊന്നുമില്ല എന്നും പോരാട്ടം നിങ്ങളുടെയും രക്തത്തിലുണ്ടല്ലോ എന്നുമാണ് ജസീറ പറഞ്ഞത്. പക്ഷേ നിങ്ങളൊരു ഭീരുവിനെ പോലെ മറ്റെല്ലാവരിൽ നിന്നും അത് മറച്ചു വയ്ക്കുന്നുവെന്ന് പറഞ്ഞ് ജസീറ തൻ്റെ കൂടാരത്തിലേക്ക് പോയി. അവൾ പറഞ്ഞത് ശരിയാണല്ലോ എന്ന് ഫ്രാങ്ക് ചിന്തിക്കാതിരുന്നില്ല. കുറച്ച് സമയത്തിന് ശേഷം ഷെയ്ഖ് റിയാദും ഫ്രാങ്കിനടുത്തേക്ക് എത്തിയ അയാൾക്ക് ആശംസകൾ നേർന്നു. തൻ്റെ മകളെ സുരക്ഷിതമായി തിരികെ എത്തിച്ചതിലുള്ള നന്ദിയും അയാൾ ഫ്രാങ്കിനെ അറിയിച്ചു. അങ്ങനെ പിറ്റേന്ന് മത്സരം വീണ്ടും പുനരാരംഭിച്ചു. ഫ്രാങ്കും ഹിഡാൽഗോയും മറ്റു മത്സരാർത്ഥികൾക്കൊപ്പം ദമാസ്കസിലേക്ക് യാത്ര തിരിച്ചു. അല്പസമയത്തിന് ശേഷം ഒട്ടകപ്പാതയിലൂടെ ദമാസ്കസിലേക്ക് പുറപ്പെട്ട അന്നയ്ക്കടുത്തേക്ക് ഖത്തീബ് എത്തി തൻ്റെ പണം തരണമെന്ന് ആവശ്യപ്പെട്ടു. കാരണം അൽഹത്താലിനെ തട്ടിക്കൊണ്ടുപോവാൻ അന്നയായിരുന്നു ഖത്തീബിനെ ഏൽപ്പിച്ചത്. പക്ഷേ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കാത്ത ഖത്തീബിന് പണം കൊടുക്കാൻ അന്ന വിസമ്മതിച്ചു. ഈ മത്സരം അവസാനിക്കും വരെ നിങ്ങൾക്ക് സമയമുണ്ട്. ആ 2 കുതിരകളെയും ഈ മത്സരത്തിൽ നിന്ന് ഒഴിവാക്കിയാൽ നിങ്ങൾക്ക് ഞാൻ ആ പണം തരാമെന്ന് അന്ന ഖത്തീബിനോട് പറഞ്ഞു. അതോടൊപ്പം തന്നെ അന്ന മറ്റൊരാവശ്യവും ഖത്തീബിന് മുന്നിലേക്ക് വെച്ചു. അയാളുടെ ആ കാട്ടുകുതിരയെ കൊന്നാലും ഫ്രാങ്കിനെ മാത്രം കൊല്ലരുത്. ആധിക്കാരി മരുഭൂമിയിൽ ദാഹിച്ച് മരിക്കണമെന്നായിരുന്നു അന്നയുടെ ആവശ്യം. ഇതേ സമയം തന്നെ ഫ്രാങ്കും ഹിഡാൽഗോയും ആ മരുഭൂമിയുടെ നടുവിലേക്ക് എത്തിയിരുന്നു. പൊള്ളുന്ന വെയിലും മാംസം തുളയ്ക്കുന്ന ചൂട് കാറ്റുമേറ്റുള്ള നീണ്ട യാത്ര. ഇത്രയും പ്രതിസന്ധികളുണ്ടായിട്ടും അയാൾ എന്തുകൊണ്ടാണ് പിന്തിരിയാത്തത് എന്ന് അൽ റിഹൻ അപ്പോഴും അത്ഭുതമായിരുന്നു. അങ്ങനെ പിറ്റേന്ന് പുലർച്ചെ ഫ്രാങ്ക് ഉണർന്നെണീക്കുന്നത് തൻ്റെ മുഖത്ത് വന്നിരിക്കുന്നൊരു വെട്ടുക്കിളിയെ കണ്ടാണ്. അതിനെ തട്ടിമാറ്റി അയാൾ എഴുന്നേറ്റ് നോക്കുമ്പോൾ കാണുന്നത് കരിമേഘം പോലെ ആകാശം മറച്ചുകൊണ്ട് തങ്ങൾക്കടുത്തേക്ക് വരുന്ന ഒരു വലിയ വെട്ടിക്കിളി കൂട്ടത്തെയാണ്. വേഗം തന്നെ അവയുടെ ആക്രമണമേൽക്കാതെ കമ്പിളി കൊണ്ട് മൂടി പുതച്ചു കിടന്ന ഫ്രാങ്ക് പിന്നെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ആ മരുഭൂമിയിലാകെ വെട്ടുകിളികൾ ചത്തുകിടപ്പുണ്ടായിരുന്നു. വെട്ടുകിളികളെ കണ്ടു കഴിഞ്ഞാൽ അതിനർത്ഥം മുന്നോട്ടുള്ള പാതയിൽ ഭക്ഷണമോ പുല്ലോ കാണില്ല എന്നാണെന്നും അതുകൊണ്ട് തന്നെ അവയെ ഭക്ഷണമാക്കേണ്ടതുണ്ട് എന്നും ജസീറ അയാൾക്ക് പറഞ്ഞു കൊടുത്തിരുന്നു. മടി തോന്നിയെങ്കിലും വിശന്ന് മരിക്കേണ്ടല്ലോ എന്നോർത്ത് ഫ്രാങ്ക് അവയിൽ കുറച്ചെണ്ണത്തെ തിന്നുക തന്നെ ചെയ്തു. തങ്ങളുടെ അവസ്ഥ മനസ്സിലായിട്ടെന്നോണം ഹിഡാൽഗോയും ആ വെട്ടുകിളികളെ തിന്നാൻ ആരംഭിച്ചു.
അങ്ങനെ ആ ഭക്ഷണത്തിന് ശേഷം അവർ വീണ്ടും യാത്ര ആരംഭിച്ചു. പക്ഷേ ഈ സമയമായപ്പോഴേക്കും അവർ മത്സരത്തിൽ ഒരുപാട് പിന്നിലായി പോയിരുന്നു. എന്നാൽ അവരെക്കാളും ഏറെ മുന്നിൽ പോയിരുന്ന സക്കറും അയാളുടെ കുതിരയും അവിചാരിതമായ ആ മരുഭൂമി ഒളിച്ചു വെച്ചിരുന്നൊരു ചതുപ്പിൽ വീണു പോകുന്നുണ്ട്. അയാളുടെ കുതിര ഒരുവിധം കരയ്ക്ക് കയറിയെങ്കിലും സക്കറിന് ആ ചതുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. പിന്നെയും ഏറെ നേരം കഴിഞ്ഞ് ഫ്രാങ്കും ഹിഡാൽഗോയും ആ വഴി വരുമ്പോൾ കാണുന്നത് ആളില്ലാതെ നിൽക്കുന്നൊരു കുതിരയെയും ചതുപ്പിൽ വീണുപോയ സക്കറിനെയുമാണ്. എന്നെ രക്ഷിക്കരുത്, അള്ളാഹുവിൻ്റെ വിധിയാണിത്. നിങ്ങൾ എന്നെ നിങ്ങളുടെ തോക്കുകൊണ്ട് വെടിവെച്ച് കൊല്ലൂ എന്ന് സക്കർ പറഞ്ഞിട്ടും ഫ്രാങ്കിനതിന് മനസ്സ് വന്നില്ല. ഫ്രാങ്ക് ഒരു കയറിന് കുരുക്കിട്ട് ആ മനുഷ്യനെ കരയ്ക്കെത്തിക്കുക തന്നെ ചെയ്തു. രക്ഷപ്പെട്ട ശേഷം നിങ്ങൾ എന്തിനാണ് എനിക്ക് വേണ്ടി ഇവിടെ നിന്നത് എന്ന് സക്കർ അയാളോട് ചോദിച്ചു. കൺമുന്നിൽ മരിക്കാൻ തുടങ്ങുന്ന ഒരാളെ സഹായിക്കാതെ പണം എത്ര കിട്ടിയിട്ട് എന്ത് കാര്യമെന്നാണ് ഫ്രാങ്ക് ചോദിച്ചത്. അങ്ങനെ അതിനുശേഷം സക്കറിന് കുടിക്കാൻ കുറച്ച് വെള്ളം കൊടുത്ത് ഫ്രാങ്കും ഹിഡാൽഗോയും വീണ്ടും യാത്ര തുടങ്ങി. പിന്നെയും രാത്രികളും പകലുകളും നീളുന്ന യാത്ര. ഇടയ്ക്ക് ആ മരുഭൂമിയിലെ പൊള്ളുന്ന വെയിലേറ്റ് ഫ്രാങ്ക് ഹിഡാൽഗോയുടെ പുറത്തു നിന്ന് മറിഞ്ഞു വീഴുന്നു പോലുമുണ്ട്. പക്ഷേ എങ്കിലും വീണ്ടും എഴുന്നേറ്റ് അയാൾ ആ യാത്ര തുടരുക തന്നെ ചെയ്തു. എന്നാൽ വഴിയിൽ അവരെ ആക്രമിക്കാൻ ഖത്തീബും സംഘവും കാത്തു നിൽക്കുന്നുണ്ട് എന്ന് ഫ്രാങ്ക് തിരിച്ചറിഞ്ഞിരുന്നില്ല. ഉചിതമായ സമയം നോക്കി അവരെ ആക്രമിച്ചു കൊള്ളാൻ കുർദ് സൂചന കൊടുത്തതോടെ അവർ അൽഹത്താലിനും ഹിഡാൽഗോയ്ക്കും നേരെ വെടിയുതിർക്കാൻ തുടങ്ങി. ആ ആക്രമണത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട ഫ്രാങ്കും അൽറീഹും തങ്ങളുടെ കുതിരകളെയുമായി അവിടെ നിന്ന് കുതിച്ചു പാഞ്ഞു. പക്ഷെ അങ്ങനെ രക്ഷപ്പെടുന്നതിനിടയ്ക്ക് ഖത്തീബ് ഒരുക്കിയിരുന്ന കെണിയിലേക്കാണ് ഹിഡാൽഗോ ചെന്ന് വീഴുന്നത്. ആ കുഴിയിലേക്ക് വീണ ഹിഡാൽഗോയുടെ കാലിൽ അതിനുള്ളിൽ നാട്ടി നിർത്തിയിരുന്ന കുന്തം തുളച്ചു കയറി. ഹിഡാൽഗോയ്ക്ക് പരിക്ക് പറ്റിയതോടെ അന്ന പറഞ്ഞത് പ്രകാരം ഖത്തീബ് ഫ്രാങ്കിനെ കൊല്ലാതെ വിട്ടു. ഫ്രാങ്കിന് അയാളുടെ കുതിരയുമായി കരയ്ക്ക് കയറില്ല എന്ന് ഖത്തീബിന് അറിയാമായിരുന്നു. ഖത്തീബും സംഘവും അൽഹത്താലിന് പിന്നാലെ പാഞ്ഞതോടെ ഫ്രാങ്ക് ഹിഡാൽഗോയുടെ കാലിലെ മാംസത്തിൽ തുളച്ചു കയറിയ കുന്തം പതിയെ ഊരിയെടുത്തു. ഇനി എങ്ങനെ അവനെ മുകളിലേക്ക് കയറ്റുമെന്നോർത്ത് നിൽക്കുമ്പോഴാണ് ദൈവദൂതനെ പോലെ സക്കർ തൻ്റെ കുതിരപ്പുറത്ത് അവിടേക്ക് എത്തുന്നത്. ഫ്രാങ്ക് അയാളെ രക്ഷിച്ചതുപോലെ അയാൾ കയറ് കെട്ടി വലിച്ച് ഹിഡാൽഗോയെ ആ കുഴിയിൽ നിന്ന് മുകളിലേക്ക് കയറ്റി. പക്ഷെ ഇതെല്ലാം ദൂരെ നിന്ന് കണ്ട ഖത്തീബ് അവർക്ക് നേരെ തൻ്റെ പുലികളെ തുറന്നുവിട്ടു. ചീറിപ്പാഞ്ഞെത്തിയ പുലികൾ ഫ്രാങ്കിനെയും സക്കറിനെയും അവരുടെ കുതിരകളെയും ആക്രമിക്കാൻ തുടങ്ങി. അതിനിടയിൽ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട സക്കറിൻ്റെ കുതിര ജിന്നിക്ക് പിന്നാലെ ആ പുലികൾ പാഞ്ഞതുകൊണ്ട് മാത്രം ഫ്രാങ്കും ഹിഡാൽഗോയും രക്ഷപ്പെട്ടു. എന്നാൽ അപ്പോഴേക്കും അവിടേക്ക് എത്തിയ ഖത്തീബ് സക്കറിനെ വെടിവെച്ചിട്ടിരുന്നു. അതിനുശേഷം അയാൾ വാളുമെടുത്ത് ഫ്രാങ്കിനെ ആക്രമിക്കാൻ തുടങ്ങി. പക്ഷെ അവർ തമ്മിലുള്ള ആ പോരാട്ടത്തിനിടയിൽ ഖത്തീബ് ചെന്ന് വീഴുന്നത് ആ കുതിരകൾക്കായി അയാൾ ഒരുക്കി വെച്ചിരുന്ന മറ്റൊരു കെണിക്ക് മുകളിലേക്കായിരുന്നു. ഒന്നനങ്ങിയാൽ കെണി തകർന്ന അയാൾ താഴേക്ക് വീഴുമെന്ന അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഫ്രാങ്ക് തൻ്റെ കയർ ആ കെണിയിൽ പൊന്തി നിന്നിരുന്നൊരു കമ്പിൽ കുരുക്കി. ഫ്രാങ്ക് അത് വലിച്ചതും ഖത്തീബ് ആ കെണിക്കുള്ളിലേക്ക് വീണു. ആ കെണിക്കുള്ളിൽ അയാൾ നാട്ടി നിർത്തിയ കുന്തങ്ങൾ അയാളുടെ തന്നെ ശരീരത്ത് തറച്ചു. അപ്പോഴും ഹിഡാൽഗോയുടെ മുറിവിൽ നിന്ന് രക്തം വാർന്നൊഴുകുന്നുണ്ടായിരുന്നു. ഇനിയും രക്തം ഒരുപാട് പോയാൽ ഹിഡാൽഗോയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നറിയാവുന്ന ഫ്രാങ്ക് തൻ്റെ കത്തി പഴുപ്പിച്ച് അവൻ്റെ മുറിവിലേക്ക് വെച്ചു. അയാളത് ചെയ്തത് എന്തിനാണെന്ന് ഹിഡാൽഗോയ്ക്ക് മനസ്സിലായിരുന്നിരിക്കണം. എന്തായാലും കുറച്ചു നേരത്തെ വിശ്രമത്തിന് ശേഷം ഹിഡാൽഗോ വീണ്ടും നടന്നു തുടങ്ങി. ആ യാത്രയ്ക്കിടയ്ക്ക് ആ മരുഭൂമിക്ക് നടുവിലിരുന്ന് പ്രാർത്ഥിക്കുന്ന കുർദിനെ ഫ്രാങ്ക് കാണുന്നുണ്ട്. അൽറീഹ് ആകട്ടെ ഖത്തീബിൻ്റെ സംഘത്തിൻ്റെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ട് ഒരുപാട് ദൂരം മുന്നിലേക്ക് എത്തിയിരുന്നു. പക്ഷേ തനിക്ക് വഴി തെറ്റിയോ എന്നാണ് അയാളിപ്പോൾ സംശയിച്ച് നിൽക്കുന്നത്. അതേസമയം ഈ യാത്ര എത്രയും വേഗം അവസാനിക്കണമെന്ന് ആശിച്ച് ഫ്രാങ്കും ഹിഡാൽഗോയും മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരുന്നു. പക്ഷേ പൊള്ളുന്ന വെയിലിൻ്റെ കാഠിന്യമേറിയപ്പോൾ ഉരുകി ഒഴുകുന്ന കാറ്റിൽ അവൻ വെന്തു തുടങ്ങിയപ്പോൾ ഹിഡാൽഗോ തളർന്നവിടെ വീണു. അവൻ്റെ മൂക്കിൽ നിന്ന് രക്തമൊഴുകാൻ തുടങ്ങിയതോടെ അവൻ ഒരിക്കലും ഇനി ഉയർന്നെഴുന്നേൽക്കില്ല എന്ന് ഫ്രാങ്ക് തിരിച്ചറിഞ്ഞിരുന്നു. നമുക്ക് തിരികെ പോകണ്ടേ, എന്നെ ഒറ്റയ്ക്കാക്കി പോകരുതട എന്ന് ഫ്രാങ്ക് അവനോട് പറഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷേ ഇനി അവൻ എണീക്കില്ല. അവനെ ഈ ചൂടിലിട്ടിങ്ങനെ ദഹിപ്പിക്കണ്ട എന്ന് കരുതിയിട്ടാവണം ഫ്രാങ്ക് വേദനയോടെ തൻ്റെ തോക്ക് തയ്യാറാക്കി. പക്ഷേ ഇത്രയും നാൾ തൻ്റെ കൂടപ്പിറപ്പായി കൂടെയുണ്ടായിരുന്നവന് നേരെ നിറയൊഴിക്കാൻ ഫ്രാങ്കിന് കഴിഞ്ഞില്ല. ആ കൊടും ചൂടിലയാളുടെ തലച്ചോറ് വെന്തു തുടങ്ങിയപ്പോൾ ഇല്ലാത്ത കാഴ്ചകൾ ഫ്രാങ്ക് ആ മരുഭൂമിയിൽ കണ്ടു തുടങ്ങി. ഇല്ലാത്ത ശബ്ദങ്ങൾ കേട്ടു തുടങ്ങി. അത് തൻ്റെ പൂർവികരുടെ ശബ്ദമാണ്. ഒരു മായ എന്നോണം അവരുടെ രൂപങ്ങൾ
ഫ്രാങ്കിന് മുന്നിൽ തെളിഞ്ഞു വരാൻ തുടങ്ങി. ഞങ്ങളെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷിക്കാൻ ഫ്രാങ്ക് അവരോട് അപേക്ഷിച്ചു. പതിയെ അയാൾക്ക് മുന്നിൽ അയാളുടെ അമ്മയുടെ രൂപം തെളിഞ്ഞു വരാൻ ആരംഭിച്ചു. തങ്ങളെയും കൂടെ കൊണ്ടുപോകാൻ അയാൾ അമ്മയോടും അപേക്ഷിച്ചു. പക്ഷെ പതിയെ അമ്മയുടെ രൂപം മാഞ്ഞു തുടങ്ങിയപ്പോൾ അയാൾ ദൂരെ ഒരു കാഴ്ച കണ്ടു. അത് കടലാണ്. അവിടെയാണ് ഈ മത്സരം അവസാനിക്കുന്നത് എന്ന് അപ്പോഴവിടേക്കെത്തിയ അൽറീഹ് രാജകുമാരൻ പറഞ്ഞു. ഇനി ഞാനും എൻ്റെ അൽഹത്താലും മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. നിങ്ങൾ ഒരിക്കലും ഈ മത്സരത്തിന് വരാൻ പാടില്ലായിരുന്നു. അൽറീഹ് ഇത് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെ അവശനായി കിടന്നിരുന്ന ഹിഡാൽഗോ എഴുന്നേറ്റ് നിന്നു. തൻ്റെ ഫ്രാങ്ക് അയാൾക്ക് മുന്നിൽ പരാജയപ്പെടുന്നത് ഇഷ്ടമില്ലാതിരുന്നത് കൊണ്ടായിരിക്കണം തൻ്റെ പരിക്കേറ്റ കാലുമായി അവൻ എഴുന്നേറ്റ് നിന്നത്. ഫ്രാങ്ക് അവനടുത്തേക്ക് എഴുന്നേറ്റ് ചെല്ലുമ്പോൾ നിങ്ങൾക്കെന്നെ തോൽപ്പിക്കാനാവില്ല എന്ന് അൽറീഹ് അയാളെ വെല്ലുവിളിച്ചു. അപ്പോഴാണ് അവർക്ക് പിന്നിലൂടെ ക്യാമറയുമായി കുറുതു പാഞ്ഞു പോകുന്നത്. അത് കണ്ട ഉടൻ തന്നെ അൽറീഹും അയാൾക്ക് പിന്നാലെ വെച്ചു പിടിച്ചു. ഇനി തൻ്റെ ഊഴമാണെന്ന് മനസ്സിലാക്കി ഹിഡാൽഗോയും അവർക്ക് പിന്നാലെ കുതിച്ചു പാഞ്ഞു. അവൻ്റെ മുകളിലുണ്ടായിരുന്ന ഭാരമെല്ലാം ഫ്രാങ്ക് അഴിച്ചു മാറ്റിയിരുന്നത് കൊണ്ട് തന്നെ കാലിന് പരിക്കേറ്റിരുന്നിട്ടും ഹിഡാൽഗോ അതിവേഗം മുന്നോട്ട് കുതിച്ചു. അപ്പോഴേക്കും കടൽ തീരത്തേക്ക് ഷെയ്ഖ് ഉൾപ്പെടെ എല്ലാവരും എത്തിക്കഴിഞ്ഞിരുന്നു. ദൂരെ നിന്ന് ആ കുതിരകളെ കണ്ടൊരു പയ്യൻ അൽഹത്താൽ വരുന്നുണ്ട് എന്ന് അവരോട് വിളിച്ചു പറഞ്ഞു. അൽഹത്താലാണ് മുന്നിലെന്ന് മനസ്സിലായപ്പോൾ അതിലേറ്റവും വ്യാകുലപ്പെട്ടത് ജസീറയും അന്നയുമാണ്. അൽഹത്താലിന് മുന്നിലായി തൻ്റെ കുതിര ക്യാമറയുണ്ട് എന്ന് മനസ്സിലായപ്പോൾ അന്നയ്ക്ക് ആശ്വാസമായി. പക്ഷേ ഫ്രാങ്കും ഹിഡാൽഗോയും അവർക്കൊപ്പം തന്നെ ഉണ്ട് എന്ന് മനസ്സിലായപ്പോഴാണ് ജസീറയ്ക്ക് സമാധാനമായത്. ഒന്നാമതെത്തിയില്ലെങ്കിൽ പോലും അവർ ആ മരുഭൂമിയിൽ വീണു പോകരുത് എന്ന് അവൾ ആഗ്രഹിച്ചിരുന്നു. 3 കുതിരകളും അതിവേഗം കുതിച്ചു പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് വെച്ച് അൽഹത്താൽ ക്യാമറയെ മറികടക്കുന്നുമുണ്ട്. പക്ഷേ ഓരോ കുതിപ്പിലും ഹിഡാൽഗോ തങ്ങളോട് കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് അൽറീഹ് തിരിച്ചറിഞ്ഞില്ല. അല്പസമയം കൊണ്ട് തന്നെ ഹിഡാൽഗോ നിഷ്പ്രയാസം ക്യാമറയെ മറികടന്നു. ഇനി അവന് മുന്നിൽ അൽഹത്താൽ മാത്രം. തൻ്റെ ഏറ്റവും മികച്ച കുതിരയുടെ ഇരട്ടി വേഗത്തിൽ ഹിഡാൽഗോ അവനടുത്തേക്ക് പാഞ്ഞെടുക്കുന്നത് ഷെയ്ഖ് ദൂരെ നിന്ന് കണ്ട് അത്ഭുതപ്പെട്ടു. അൽറീഹിനും അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. മൂക്കിൽ നിന്നും മുറിവിൽ നിന്നും രക്തമൊഴുകിക്കൊണ്ടിരിക്കുമ്പോഴും വേഗതയൊട്ടും കുറയാതെ കുതിച്ചു പാഞ്ഞ് ഒടുവിൽ ഹിഡാൽഗോ അൽഹത്താലിനെയും മറികടന്നു. അൽഹത്താലിൻ്റെ ആരാധകർ പോലും ഹിഡാൽഗോയ്ക്ക് വേണ്ടി ആർപ്പ് വിളിച്ചുപോയി. മുന്നിലെത്താൻ ആ കുതിരകൾക്ക് ഒരവസരവും കൊടുക്കാതെ ഫ്രാങ്കിനെയുമായി ഹിഡാൽഗോ വിജയത്തിലേക്ക് കുതിച്ചു കയറി. ആ മഹാമത്സരം വിജയിച്ചിട്ടും ഹിഡാൽഗോ അവിടെ നിൽക്കാതെ ഓടിക്കൊണ്ടിരുന്നു. ഒടുവിൽ ആ കടലിലെ തണുത്ത വെള്ളത്തിലേക്ക് ഇറങ്ങിയാണ് അവൻ ആ മത്സരം അവസാനിപ്പിച്ചത്. കൗബോയ് എന്നും ഹിഡാൽഗോ എന്നും ആർത്തു വിളിച്ചുകൊണ്ട് ആ ജനങ്ങൾ അവന് പിന്നാലെ ഓടിച്ചെന്നു. ഇപ്പോൾ നടന്നത് എന്താണെന്ന് പോലും വിശ്വസിക്കാൻ കഴിയാതെ ഫ്രാങ്ക് അവനെ കെട്ടിപ്പിടിച്ച് നിൽക്കുമ്പോൾ തൻ്റെ ഗോത്രത്തിൻ്റെ കൊടിയുമായി യൂസഫ് അവിടേക്കെത്തി. ആ കൊടിയുമേന്തി നിൽക്കുന്ന ഫ്രാങ്കിനും ഹിഡാൽഗോയ്ക്കും ചുറ്റും ആ മനുഷ്യർ വിജയാരവങ്ങൾ മുഴക്കി. പക്ഷേ ആ വിജയം പൂർത്തിയായത് എതിരാളി പോലും ആ വിജയത്തെ പ്രശംസിച്ചപ്പോഴാണ്. ഇവൻ മിടുക്കനായ കുതിരയാണ് എന്ന് അൽറീഹ് ഫ്രാങ്കിനോട് പറഞ്ഞു. ആ വിജയത്തിൽ ഏറ്റവും സന്തോഷിച്ചത് ഷെയ്ഖും ജസീറയും തന്നെയാണ്. ജസീറയോട് യാത്ര പറഞ്ഞ് മടങ്ങിപ്പോകാൻ തുടങ്ങുമ്പോൾ ഇവിടേക്ക് വന്ന മനുഷ്യനായിരിക്കരുത് തിരിച്ചു പോകുന്നത് എന്നാണ് ജസീറ ഫ്രാങ്കിനോട് പറഞ്ഞത്. അപ്പോൾ ജസീറ അയാളെ വിളിച്ചത് ഹുക്ഷീല എന്നാണ്. അതായിരുന്നു ഫ്രാങ്കിൻ്റെ അമ്മ അയാൾക്കിട്ട പേര്. തൻ്റെ ഗോത്രത്തിലുള്ളവർ തന്നെ വിളിച്ചിരുന്ന പേര്. അങ്ങനെ ജസീറയോട് യാത്ര പറഞ്ഞ് ഫ്രാങ്ക് അമേരിക്കയിലേക്ക് മടങ്ങിയെത്തി. ഇത്തവണയും അയാൾ പട്ടാളക്കാർക്കടുത്തേക്ക് എത്തിയത് ഒരു ഉത്തരവും കൊണ്ടാണ്. അത് വായിച്ച പട്ടാളക്കാർ മുഴുവൻ പണവും അടച്ചോ എന്ന് ഫ്രാങ്കിനോട് അത്ഭുതത്തോടെ ചോദിച്ചു. അമേരിക്കൻ പട്ടാളം കൊല്ലാനായി പിടിച്ചുകൊണ്ടുവന്നിരുന്ന മസ്താങ് കുതിരകളെയെല്ലാം ഫ്രാങ്ക് വില കൊടുത്ത് വാങ്ങിയിരുന്നു. പക്ഷേ ആ സന്തോഷ വാർത്ത കേൾക്കാൻ ചീഫ് ഈഗിൾ ഹോൺ ഉണ്ടായിരുന്നില്ല. നിങ്ങൾ മത്സരം വിജയിച്ചു എന്ന് അറിഞ്ഞ ശേഷമാണ് അദ്ദേഹം മരിച്ചത് എന്ന് അവിടെ ഉണ്ടായിരുന്ന ലക്കോട്ടകളിലൊരാൾ ഫ്രാങ്കിനെ അറിയിച്ചു. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പൂർത്തിയാക്കാൻ ഇനി ഒരു കാര്യം കൂടിയേ ഫ്രാങ്കിന് ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. താൻ രക്ഷിച്ചെടുത്ത മസ്താങ് കുതിരകളെയെല്ലാം ഫ്രാങ്ക് ആ കാട്ടിലേക്ക് തുറന്നുവിട്ടു. ആ കൂട് തകർത്ത് തങ്ങളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് ആ കുതിരകൾ കുതിച്ചു പാഞ്ഞു. അവരെ സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോൾ തൻ്റെ ഹിഡാൽഗോയെ മാത്രം താൻ പിടിച്ചു വയ്ക്കാൻ പാടില്ല എന്ന് തിരിച്ചറിവുണ്ടായിട്ടാവണം ഫ്രാങ്ക് അവന് മുകളിലെ സാഡിൽ അഴിച്ചു മാറ്റി. അതിനുശേഷം അവർക്കൊപ്പം പോയിക്കൊള്ളാൻ ഫ്രാങ്ക് അവനോട് പറഞ്ഞപ്പോൾ ഹിഡാൽഗോ പതിയെ മുന്നോട്ട് നടന്നെങ്കിലും ഇടയ്ക്ക് വെച്ച് അവൻ ഫ്രാങ്കിനെ തിരിഞ്ഞു നോക്കി.
അവൻ്റെ മനസ്സിൽ ഫ്രാങ്കിനോട് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നിരിക്കണം. പക്ഷേ അവനത് പറയാൻ കഴിയില്ലായിരുന്നുവെങ്കിലും അതെല്ലാം ഫ്രാങ്കിന് മനസ്സിലായിരുന്നു. അങ്ങനെ തൻ്റെ കൂടപ്പിറപ്പിനോട് യാത്ര പറഞ്ഞ് ഹിഡാൽഗോ തൻ്റെ കൂട്ടർക്കടുത്തേക്ക് ഓടി. ഹിഡാൽഗോ കുതിച്ചുപാഞ്ഞ കുതിരകൾക്കൊപ്പം ചേരുന്നത് കണ്ടു നിന്ന ശേഷം ഫ്രാങ്ക് പോകുന്നത് അവിടെ ഉണ്ടായിരുന്ന ലക്കോട്ടകൾക്കടുത്തേക്കാണ്. ജസീറ പറഞ്ഞതുപോലെ താൻ ആരാണെന്നതിൽ നിന്ന് താൻ ഒരിക്കലും ഒളിച്ചോടില്ല എന്ന് ഫ്രാങ്ക് മനസ്സിൽ ഉറപ്പിച്ചിരുന്നു. അയാളും തൻ്റെ കൂട്ടർക്കൊപ്പം അവരുടെ ഗ്രാമത്തിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ വർഷങ്ങൾ പിന്നെയും ഒരുപാട് കഴിഞ്ഞുപോയി. 1951 നവംബർ 5 തൻ്റെ 86-ാം വയസ്സിൽ ഫ്രാങ്ക് ഹോപ്കിൻസ് മരണപ്പെട്ടു. പക്ഷേ ഹിഡാൽഗോയുടെയും ഫ്രാങ്ക് തുറന്നുവിട്ട മസ്താങ്ങുകളുടെയും പിൻതലമുറ ഇന്നും ഓക്ലഹോമയിലെ ബ്ലാക്ക് ജാക്ക് മലമടക്കുകളിൽ സ്വൈര്യമായി വിഹരിക്കുന്നു.